സുഖവും ദുഃഖവും മാറി മറിഞ്ഞു വരും എന്നത് ഈ ലോകത്തിന്റെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കി സുഖം വരുമ്പോൾ ആകാശം മുട്ടെ തുള്ളിച്ചാടുകയോ ദുഃഖം വരുമ്പോൾ പാതാളത്തോളം താഴ്ന്നു പോകുകയോ ചെയ്യാത്തവരാണ് വിവേകമുള്ള മനുഷ്യർ. കുറെ തത്വശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും വായിച്ച് തലയ്ക്കകത്ത് അറിവ് നിറച്ച് നടന്നാൽ വിവേകിയാവില്ല. ഈ അറിവുകൾ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും കൊണ്ടുവരാൻ കഴിയുന്നവരാണ് വിവേകമുള്ള മനുഷ്യർ. എന്നാൽ ഇന്ന് പലരും പലതും വായിച്ച് പഠിച്ച് പ്രസംഗിച്ച് നടക്കുകയാണ്. ഒന്നും പ്രാവർത്തികമായി പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള ശക്തി അവർക്കില്ല. ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഒരു വേള മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാലും പെട്ടെന്ന് തന്നെ മനസ്സിന്റെ നിയന്ത്രണം തിരിച്ചെടുക്കണമെങ്കിൽ അത്രയ്ക്ക് കരുത്തുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടായിരിക്കണം. അങ്ങനെ കരുത്തുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ജീവിതത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെ പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഈ ബോധത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളെ തിരിച്ചു വരാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥയിൽ എത്തിക്കുമ്പോൾ മനസ്സിനെ പതിയെ നിയന്ത്രണത്തിലാക്കാൻ നമ്മൾ ശ്രമിക്കും.